ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് അത് സിൻഡിക്കേറ്റ് കൂടി അത് റദ്ദു ചെയ്യുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സമരം നടത്തുന്നുണ്ട് SFI. ഈ സമരത്തൊക്കെ എങ്ങനെയാണ് കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഷിബിലി ഇതിനകത്ത് ഏറ്റവും ആദ്യമേ തന്നെ പറയാനുള്ളത്. ഒന്ന്, നമ്മളെ സമൂഹം അങ്ങേയറ്റം അപകടത്തിലാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമരവും ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യലും ഈ നടപടികളും എല്ലാം, ഞാൻ പറയുന്നത് സമരത്തെ മാത്രമല്ല, അതിനു മുമ്പ് ഈ ഭാരതാംബ വിവാദവും ഒക്കെ എന്തൊരു അസംബന്ധമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗമനം ഉണ്ടാക്കാൻ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിലബസ് പരിഷ്കരണം ഉണ്ടാക്കാൻ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്കാദമിക് ക്വാളിറ്റി നവീകരണം ഉണ്ടാക്കാനാണോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതുപോലെയുള്ള പടികളുമായിട്ട് മുന്നോട്ട് വരുന്നത്? തീർത്തുമല്ല. അപ്പോൾ ഇതൊക്കെ തന്നെ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും അവിടെ ഒരു ഭാരതാംബ വേണോ വേണ്ടേ എന്നുള്ള ഗവർണറുടെ അന്യായമായിട്ടുള്ള പിടിവാശി അത് അങ്ങേറ്റം എതിർക്കപ്പെടേണ്ടതാണ്, ഒരു സംശയമില്ല. അതിൻ്റെ പുറത്ത് രജിസ്ട്രാർ നടപടികൾ എടുക്കാൻ തീരുമാനിക്കുന്നു. രജിസ്ട്രാർ ഗവർണറുടെ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ ഗവർണറുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ എടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ കുന്നുമേൽ മോഹൻ എന്ന് പറയുന്ന VC ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്നു. പിന്നെ സിസാർ തോമസ് അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ആ സിസാർ തോമസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞേക്കണം ഈ രജിസ്ട്രാറുടെ നടപടി സിൻഡിക്കേറ്റ് കൂടിയിട്ട് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കുന്നു. അപ്പോൾ കോടതിയിലേക്ക് പോയപ്പോൾ കോടതിയും അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? ഈ പറയുന്ന സിസാർ തോമസ് എന്ന് പറയുന്ന വൈസ് ചാൻസലർ അവർ ഈ രജിസ്ട്രാർക്ക് ഫയലുകളൊന്നും അയക്കണ്ട എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ രജിസ്ട്രാറെ വീണ്ടും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് തന്നെ തീരുമാനത്തെ തന്നെ ചോദ്യം ചെയ്യാനായിട്ട് ചാൻസലറായിട്ടുള്ള ഗവർണർ തയ്യാറാകുമെന്നാണ്. കാരണം അതിലൊരു കാര്യം പറയാം, ഈ സിസാർ തോമസ് സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായിരുന്നു. അവരായിരുന്നു വൈസ് ചാൻസലർ. സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷമാണ് അവർ എഴുന്നേറ്റ് പോയതെന്ന് പറയുന്നു. അപ്പോൾ പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി റദ്ദാക്കാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് കൈക്കൊണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ കൈക്കൊണ്ടത് കൊണ്ട് സാങ്കേതികമായി അതിന് യാതൊരുവിധ സാധൂകരണവുമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം രജിസ്ട്രാറെ വീണ്ടും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അങ്ങേയറ്റം നിയമയുദ്ധങ്ങളിലേക്ക് പോകുന്നൊരു കാര്യമാണ്. ആ കാര്യത്തിലൊരു സംശയമില്ല. ഗവർണർ നടപടിയും ഈ സിസാർ തോമസിൻ്റെ ആണെങ്കിലും ഒക്കെ നടപടികൾ അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ്. രജിസ്ട്രാർ ചെയ്തത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണ്. അവിടെ ഭാരതാംബ പോലൊരു ചിത്രം വെച്ചു. അതിൻ്റെ പുറത്ത് ഭാരതാംബ ചിത്രം കൊണ്ടുവന്ന് തന്നെ എന്തിനാണെന്ന് നമുക്കറിയാം. അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഗവർണർക്ക് ഇപ്പോൾ ഒരു ഭാരതാംബ ചിത്രമില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. ഇതിനു മുമ്പുള്ള ഗവർണർമാരൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഭഗവത് ധ്വജമേന്തിയിട്ടുള്ള ഒരു ഭാരതാംബയെ വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നും ആ പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകണമെന്നും കുറേ പേരെങ്കിലും ഞങ്ങൾ വലിയ ഭാരതത്തെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് അവർ ഈ പണിയുന്നത്. പക്ഷെ ഇതിനെ എതിർക്കുന്ന SFIയോടും അതുപോലെ CPM-നോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ SFIക്കാരൊക്കെ തന്നെ വലിയ അക്രമാസക്തമായ സമരങ്ങളിലേക്ക് നീങ്ങി എന്നാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും നീങ്ങിയിട്ട് ഇതിന് യാതൊരു കാര്യവും ഇല്ല. കാരണം SFI ചെയ്യുന്ന രീതികൾക്ക് തെറ്റുണ്ട്, അല്ലെങ്കിൽ DYFIയും CPM ഒക്കെ ചെയ്യുന്ന രീതികൾക്ക് തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്താണ് പ്രശ്നം, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് BJP വളർച്ചയും CPM തകർച്ചയും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഒരു സാംസ്കാരികമായ സാമൂഹികമായിട്ടുള്ള മൂല്യബോധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച സ്ഥലങ്ങളിൽ നിന്ന് പൂക്കാസയും പുരോഗമന കലാസാഹിത്യ സംഘവും അതുപോലെ ശാസ്ത്രാഹിത്യ പക്ഷത്ത് പോലെയുള്ള ആളുകളൊക്കെ തന്നെ പിൻവാങ്ങുകയും പകരം ആ സ്ഥലങ്ങളിലേക്ക് മതവും മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും എല്ലാം തന്നെ കൂടുതലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പം അത്തരത്തിലുള്ള സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നമ്മൾ പഴയ ഇപ്പം നിർമാല്യം പോലെ സിനിമ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നില്ല. അപ്പം നിർമാല്യം പോലെ സിനിമ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇപ്പം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയിൽ ജാനകിക്ക് ഇനീഷ്യൽ കൊടുക്കണമെന്നാണ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മിനിറ്റ് മുമ്പ് എന്ത് ചെയ്തേക്കണത്, സെൻസർ ബോർഡൊക്കെ തന്നെ പറഞ്ഞേക്കണം. ഒന്ന് മനസ്സിലാക്കണം, ഏത് ജാനകി സീതാദേവിയുടെ പേരായതുകൊണ്ട് അങ്ങനെ ഒരു പേര് വെറുതെ പറയാൻ കഴിയില്ല, പകരം ഒരു ഇനീഷ്യൽ കൊടുക്കണമെന്നാണ്. എന്തൊരു അസംബന്ധമാണ്. അപ്പം അത്തരം ലെവലുകളിലേക്ക്, അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ലെവലുകളിലേക്ക് എങ്ങനെയാണ് കേരളം എത്തിപ്പെട്ടത് എന്ന് കൃത്യമായി CPM-ഉം SFIയും DYFIയും ഒക്കെ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോഴാണ്
നിങ്ങൾക്കുണ്ടായിട്ടുള്ള മൂല്യച്യുതികളെക്കുറിച്ചും അവിടെ ബാക്കിയുള്ളവ സ്കോർ ചെയ്തതിനെക്കുറിച്ചും അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞുപോയ സ്ഥലത്തേക്ക് ഇത്തരത്തിൽ മതബോധവും വിശ്വാസവും ഒക്കെ തന്നെ കരുപിടിപ്പിക്കുകയും അതിൻ്റെ പുറത്ത് തന്നെ നരേറ്റീവുകൾ ബിൽഡ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയിൽ SFIക്കാർ എന്ന് നേരെ സമരം ചെയ്യുന്നു, അവിടെ അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാവും. പകരം CPM-ഉം BJP-യും രണ്ട് വശങ്ങളിലായി മാറുകയും BJP-യിലേക്ക് കുറച്ചുകൂടി ആളുകൾ കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഷോർട്ട് ടൈം ആയിട്ട് CPM-നും ലോങ് ടൈം ആയിട്ട് BJP-ക്കും ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞത് ഇതിൽ ശരിയായ നിലപാട് CPM-ൻ്റെയും അല്ലെങ്കിൽ SFIയുടെയൊക്കെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ അതിന് ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം സമര രീതികളല്ല അവലംബിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാരതാംബ തീർച്ചയായിട്ടും BJP-യുടെയും RSSൻ്റെയും ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ ചെറിയ ഭാഗത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതിന് കൃത്യമായ കുറച്ചുകൂടി വ്യക്തത കൃത്യമായിട്ട് വേണം എന്നുള്ളതാണ് SFIയോടും DYFIയോടും അതുപോലെ തന്നെ CPM-നോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത്തരം സമരങ്ങളിലേക്ക് പോയതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സാർ പറഞ്ഞു SFI എന്നും ഈ ഒരു സമരത്തെ ഇങ്ങനെയല്ല നേരിടേണ്ടത്, പിന്നെ മറ്റൊരു വഴി എന്താണ് സാറ് കാണുന്നത്? SFIയും DYFIയും പുരോഗമന കലാസാഹിത്യ സംഘവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും നമ്മുടെ ഇവിടുത്തെ ലൈബ്രറികളും ഇത്തരം കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം ഇപ്പോഴും മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ്. ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ പോലും വൈകിയിട്ടില്ല. ഇപ്പോഴെങ്കിലും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പരിപാടികൾ എന്ത് ചെയ്യണം ഷിബിലി, സംഘടിപ്പിക്കണം. ഈ ഭാരതാംബയുമായി വരുമ്പോൾ ആ ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹികളും ദേശവിരുദ്ധരും എന്ന് പറഞ്ഞ് രണ്ട് ബൈനറി സൃഷ്ടിക്കാൻ അനുവദിക്കാതിരിക്കുന്ന തന്ത്രങ്ങൾ ഇവർ മെനയണം. ആ തന്ത്രങ്ങൾ മെനയുക എങ്ങനെയാണ്? ഒരു ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹിന്ദു ദേവിയെ പ്രതിഷ്ഠിക്കുന്നു ഭാരതാംബയായി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഒന്ന് ദേശസ്നേഹം ദേശവിരുദ്ധർ എന്നുള്ളത്, രണ്ടാമത്തേത് ഒരു ഹിന്ദുത്വ ദേവതയെ തന്നെ ഭാരതാംബയെ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങളെ വളരെ സമർത്ഥമായി കൃത്യമായി ചോദ്യം ചെയ്യപ്പെടണം. എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്? അതിന് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് വേടൻ ഈ പറയുന്ന മതജാതിവാദികളെ ചോദ്യം ചെയ്യുന്നത്? എങ്ങനെയാണ് അത് സമൂഹത്തിനോട് കൃത്യമായി സംവദിക്കുന്നത്? അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള എല്ലാ ശക്തികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ പോരാടാൻ കഴിയണം. അതായത് ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ സംഘടനാപരമായ സമരങ്ങൾ മാത്രമല്ല, പകരം ജനങ്ങളുടെ ഇടയിലോട്ടുള്ള നിരവധി മാർഗങ്ങളിലൂടെയുള്ള ആശയപ്രചരണങ്ങൾ കൂടി സാധ്യമാകണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ സാധ്യമാകണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ആദ്യം ഒരേപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രതയെയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുകയും ആ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിലെ തന്നെ ഒരു മേൽത്തട്ട് വിഭാഗത്തെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെ അടക്കം ബോധ്യപ്പെടുത്താൻ കഴിയണം. അതായത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഈഴവ മറ്റു പിന്നോക്ക മതവിഭാഗങ്ങളെ അടക്കം ജാതി മതവിഭാഗങ്ങളെ അടക്കം ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോൾ വലിയ തോതിലുള്ള വ്യത്യാസം അത് ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് രണ്ട് പാർട്ടികളാണെന്ന് ഞാൻ പറയും. ഒന്നാമത് ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷെ കോൺഗ്രസ് അത് ചെയ്യാനൊരു താല്പര്യം കാണിക്കുന്നില്ല. രണ്ടാമത് തീർച്ചയായിട്ടും CPM ചെയ്യേണ്ടതാണ്. ഈ രണ്ടും ചെയ്യാനുള്ള വിമുഖത പ്രകടിപ്പിക്കുകയും പകരം താൽക്കാലികമായിട്ടുള്ള അധികാരം ലഭിക്കാനുള്ള സമവാക്യങ്ങളിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടാണ് വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ ഷിബിലിക്കറിയാലോ, ഇപ്പൊ PDP-യുമായി അബ്ദുൾ നാസർ മദനിയുമായി CPM കൂട്ടുകൂടുന്നു. എത്ര വലിയ ഡാമേജ് അതുണ്ടാക്കി. ഈ ന്യൂനപക്ഷ വർഗീയ തീവ്രവാദ നിലപാടുകളോട് ഇടക്കെങ്കിലും സോഫ്റ്റ് കോർണർ കാണിക്കുന്നു എന്ന് പറയുന്ന വിമർശനം വലിയ തോതിൽ അവർക്ക് ഡാമേജ് ഉണ്ടാക്കി. ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ SDPI പോലെയുള്ള സംഘടനകളുടെ പിന്തുണ മേടിക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിപ്പുറത്തൊരു ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ താൽക്കാലികമായ അധികാരം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് കുറച്ചുകൂടി വലിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ, സാംസ്കാരിക മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും ഒക്കെ ഇടപെടാൻ കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് വളരെ സമഗ്രമായ പദ്ധതികളിലൂടെ തന്നെ അതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഇവരുടെ പദ്ധതികളെ തകർത്ത് കളയുന്ന ഒരാളായതുകൊണ്ടാണ് വേടൻ ഇവരുടെ ഉറക്കം
കെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നറേറ്റീവുകൾ RSSും അതുപോലെ ഹിന്ദു രാഷ്ട്രവാദികളും ഒക്കെ തന്നെ പലപ്പോഴും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള നറേറ്റീവ് ബിൽഡിങ്ങുകളെ ഫലപ്രദമായി ചെറുക്കാൻ കൃത്യമായൊരു പദ്ധതി എതിരാളികൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിലുള്ളൊരു പദ്ധതി കേരളത്തിലെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അവരത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.